അങ്ങനെ ലോഗോസ് പ്രതിഭ ക്യൂസ് 2025 രണ്ടാം സ്ഥാനത്തിന് അർഹയായത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള നിഫി ജി പോളാണ്. എന്ത് തോന്നുന്നു? ഒത്തിരി സന്തോഷം. ഇവിടേക്ക് വരെ എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പഠിച്ചു. ഞാൻ എല്ലാ പ്രാവശ്യവും പഠിക്കാറുള്ള നിയോഗം വെച്ചിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രാവശ്യം പഠിച്ചു. അപ്പോൾ എനിക്ക് എപ്പോൾ റാങ്ക് കിട്ടിയാലും അതിരൂപതയിൽ റാങ്ക് കിട്ടിയാലും ഞാൻ വിചാരിക്കുക ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ആൻസർ ചെയ്തു എന്നാണ്. അപ്പോൾ 23-ലും ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കപ്പോൾ 4th റാങ്ക് ആയിരുന്നു. കഴിഞ്ഞ വർഷവും 4th റാങ്ക് ആയിരുന്നു. ഈ പ്രാവശ്യം മെറ്റേണിറ്റി ലീവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചധികം പ്രിപ്പയർ ചെയ്തു. ഇവനും കിട്ടാല്ലേ എന്തെങ്കിലുമൊക്കെ. പിന്നെ എൻ്റെ ആഗ്രഹവും കുറച്ച് വലുതായിരുന്നു, നിയോഗം കുറച്ച് വലുതായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി കാര്യമായിട്ട് പഠിച്ചു. പിന്നെ ഇവനെ പ്രഗ്നൻ്റ് ആയിട്ട് ഇരുന്നപ്പോൾ പഠിച്ചായിരുന്നു. ആ സമയത്ത് ഇവൻ പ്രീ ടേം ആണ്. അപ്പോൾ 7 മാസത്തിൽ ജനിച്ചു. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രൈസ് വാങ്ങിക്കാൻ വന്നപ്പോൾ ഇവൻ ഹോസ്പിറ്റലിലായിരുന്നു. ഇവനെ ഹോസ്പിറ്റലിൽ NICUയിൽ വെന്റിലേറ്ററിൽ കണ്ടിട്ടാണ് ഞാൻ പ്രൈസ് വാങ്ങിക്കാൻ വന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചാണ് ആ പ്രൈസ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ആ വിഷമം ഹസ്ബൻഡിനോട് ഷെയർ ചെയ്തപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നെക്സ്റ്റ് ടൈം വാങ്ങിക്കാമല്ലോ, അപ്പോൾ കൊച്ചിനെയും കൊണ്ട് നമുക്ക് സ്റ്റേജിലൊക്കെ കയറി വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു അടുത്ത പ്രാവശ്യം ഞാൻ സ്റ്റേറ്റ് ലെവൽ വരെ എന്തായാലും പോകും, നന്നായി പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ഇതിലാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. പക്ഷേ ഞാൻ സ്റ്റേറ്റ് സെമിഫൈനൽ വരെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം സംഭവിച്ചത് എനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നണേ. കാരണം സ്റ്റേറ്റ് ലെവൽ വരെയുള്ളതിന് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് എനിക്കും ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചതായിട്ട് ശരിക്കും എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുള്ള ഞാൻ ഇവിടെ വരെ എത്തിയത്. അതൊരു അത്ഭുതം തന്നെയാണ്. എനിക്ക് പറയാനുള്ളത് അത്യാവശ്യം നന്നായിട്ട് പഠിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ അതിരൂപത ലെവലിൽ എത്തുന്നുള്ളത് ഏകദേശം ഉറപ്പുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ പിള്ളേരാണെങ്കിലും എല്ലാവരും പരമാവധി ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യാവുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് പഠിക്കണം എങ്ങനെയായിരുന്നു അതിന് വേണ്ടി? ഇവൻ കൊച്ചിന് പോലും പരീക്ഷയുള്ള പല സമയങ്ങളുണ്ട്. അപ്പം ഞാൻ അതുമുണ്ട്. പിന്നെ പല സമയങ്ങളിലും ഉറക്കം ഒളിച്ചിട്ടും ഇന്നലെ വരെ ആണെങ്കിലും പലപ്പോഴും കുറേ സമയം ഞങ്ങൾ ഉറക്കൊളിച്ചിട്ടുണ്ട്. ചെറിയ കൊച്ചായ കാരണം രാത്രിയൊക്കെ ആകുമ്പോൾ എണീക്കും. എന്നാലും പരമാവധി ഞങ്ങൾ ശ്രമിച്ചു. അതിൻ്റേതായ ഫലം ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അതിന് സന്തോഷം. അപ്പോൾ എന്താ പറയാനുള്ളത്? ശരിക്കും പഠിച്ചു വരുന്ന ആള്. പിന്നെ ഞങ്ങളുടെ നന്നായിട്ടുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞാൻ പ്രയർ ഗ്രൂപ്പിൽ പോകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രയർ ഗ്രൂപ്പിൽ അതിന് വേണ്ടിയിട്ട് ശരിക്കും പ്രാർത്ഥിപ്പിച്ചു. എൻ്റെ കൂടെ വരുന്ന പ്രയർ ഗ്രൂപ്പിലുള്ള എല്ലാവരും ആൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാവിധ ദാനങ്ങളും വരദാനങ്ങളും കിട്ടിയ ഒരു ആളാണത്. അതെ നിഫി, അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് പ്രതിഭ മത്സരത്തിൽ എത്തുന്നത്. അവിടെ തന്നെ 2ാം സ്ഥാനത്തിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇടയ്ക്ക് വെച്ച് എനിക്ക് അവസാനത്തെ റൗണ്ടിൽ എത്തുമ്പോൾ ഒരുപക്ഷെ 1ാം സ്ഥാനത്തിലേക്ക് എത്തിയിരുന്നു അല്ലേ, മാർക്ക് വെച്ച് 1ാം എത്തിയിരുന്നു. പിന്നെ പെട്ടെന്നൊന്ന് മാർക്ക് കുറഞ്ഞു പോയി. എങ്കിലും നല്ലൊരു മത്സരം ആദ്യം മുതൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആരാവും 1ാം സ്ഥാനത്തിലേക്ക് എന്നുള്ളത് രീതിയിലേക്ക് പോയിരുന്നു. എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഓർക്കുന്നത്? എനിക്ക് ആക്ച്വലി ഞാൻ C കാറ്റഗറിയിൽ ചാമ്പ്യനാണെന്ന് ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിൽ ഹാപ്പി ആയിരുന്നു. ഞാനപ്പോൾ പിന്നെ അടുത്തൊരു ലെവലിൽ ഞാൻ എന്ത് കിട്ടിയാലും ഓക്കെ എന്നുള്ള രീതിയിലാണ്. എനിക്കത് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പഠിച്ചത് എനിക്ക് മാക്സിമം പുറത്തെടുക്കാൻ പറ്റണം, എൻ്റെ മാക്സിമം എനിക്ക് അവിടെ കൊടുക്കാൻ പറ്റണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഇതൊക്കെ കഴിഞ്ഞ കാലത്തേക്ക് വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അല്ലാതെ ഞാൻ ഇത് കിട്ടണം എന്നുള്ളൊരു വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതായിരിക്കാം മേ ബി ഞാൻ കൂളായിരുന്നു, മൈൻഡ് കൊണ്ട് ഞാൻ കൂളായിരുന്നു. പിന്നെ ഇടയ്ക്ക് നമുക്ക് മൊത്തത്തിൽ എല്ലാ ഒരു ആംബിയൻസൊക്കെ വരുമ്പോൾ നമുക്ക് ചെറിയൊരു ടെൻഷൻ വരുന്നല്ലാതെ വലിയ കുഴപ്പമുണ്ടായിരുന്നു. നിയോഗം വെച്ചാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ വർഷം നിയോഗം വെച്ചാണ് പഠിച്ചത്? ഈ വർഷം നിയോഗം വെച്ചാണ് പഠിച്ചത്. എനിക്ക് ഇപ്പോൾ 23-ൽ ഞാൻ നിയോഗം വെച്ച് പഠിച്ചിരുന്ന ഒരു കാര്യം, ഞാൻ നിയോഗം എന്താണെന്ന് പറയാനുള്ള, പക്ഷെ അത് എനിക്ക് റിസൾട്ട് അന്ന് 4th റാങ്ക് ആയിരുന്നപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയത് ദൈവൻ്റെ പ്രാർത്ഥന ആയിട്ടൊന്ന് ആ നിയോഗം കഴിഞ്ഞ കൊല്ലം തന്നെ സംഭവിച്ചു. കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന നിയോഗം എന്ന് പറയുന്നത് ഇവനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കണ ഒരു കുഴപ്പമില്ലാതെ. പിന്നെ എൻ്റെ ഒരു പ്രയർ എൻ്റെ അനിയത്തിക്ക് വാവയാവണം എന്നായിരുന്നു. അവളത് 2 വീക്സ് മുമ്പ് അവൾക്ക് വാവയായി. അപ്പോൾ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതൊക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിതൊരു വലിയ പ്രാർത്ഥനയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ആൾക്കാർ ബൈബിൾ എഴുതുമെന്ന്. അപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചിന്തിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ബൈബിള് കാണാതെ എഴുതാമെന്ന് വിചാരിച്ചു. അതായത് ഞാൻ പഠിച്ച എല്ലാം ഒന്നും എന്നെ കൊണ്ട് എഴുതാനുള്ള ഗ്യാപ്പൊന്നും കിട്ടാറില്ല. അപ്പം ഞാൻ പഠിച്ച അത്രയും പോർഷൻസ് ഞാൻ കാണാതെ എഴുതി നോക്കി. പഠിക്കണം എന്നുള്ളതിനേക്കാളും ഞാൻ ഇത്ര ചിന്തിച്ചോളൂ, എല്ലാവരും ബൈബിൾ എഴുതണോ, എനിക്ക് അത്രയും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇതെങ്കിലും ചെയ്യട്ടെ എന്ന് ഓർത്തിട്ട് കാണാതിരുന്ന് എഴുതിയിട്ടുണ്ട്. എല്ലാ അധ്യായമൊന്നും എഴുതിയിട്ടില്ല, എന്നാലും പറ്റണ അത്രയും ഞാനത് എഴുതിയിട്ടുണ്ട് എൻ്റെ സൈഡിൽ നിന്ന്. അതും ഞാൻ പരീക്ഷ എന്നുള്ളതിനേക്കാളും ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് എഴുതിയത്. അതായത് എല്ലാവരും എഴുതുന്നുണ്ട്,
അപ്പൊ ഞാൻ അങ്ങനെ ഒരിക്കലും സ്റ്റേറ്റ് ലെവലിൽ വരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ഞാൻ സത്യം പറയാം. പക്ഷെ ബാക്കിയെല്ലാം എനിക്ക് അത്ഭുതമായിട്ട് തന്നെ അതിലേക്കാൾ ഒരുപാട് അനുഗ്രഹിച്ചു. കാരണം പ്രതിഭാ ക്വിസിൽ ആദ്യമായി പങ്കെടുക്കുന്നു. പലപ്പോഴും ആദ്യം പങ്കെടുക്കുന്നവരാരും ഇത്ര 1, 2, 3 സ്ഥാനത്തേക്ക് എത്താറില്ല. കാരണം ഇതൊരു വേറൊരു അനുഭവമാണ്. നിങ്ങൾ എഴുതിയേക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇത്ര നാൾ എഴുതി മത്സരിച്ച പോലെ അല്ല. പെട്ടെന്ന് ചോദ്യങ്ങൾ ഭയങ്കര ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യേണ്ട രീതിയിൽ അത് ഞാൻ ഈ റൗണ്ടൊക്കെ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ വെറുതെ ഇങ്ങനെ ഞാൻ കാണുമായിരുന്നു ഞാനിങ്ങനെ ആൻസർ ചെയ്യണത്. ഈ റാപ്പിഡ് റൗണ്ടൊക്കെ അതുപോലെ ബസ് റൗണ്ടൊക്കെ ആൻസർ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം, ഞാനത് ചെയ്തിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യാം. അല്ല, ഇപ്പം ഞാൻ മെറ്റേണിറ്റി ലീവിലാണ്. ഇപ്പം അടുത്ത ആഴ്ച കയറും, ജോലിക്ക് കയറും. അവസാന റൗണ്ടിൽ എന്താ പറ്റിയത്? അവസാനത്തെ റൗണ്ടിൽ എനിക്ക് ജനറൽ നോളജ് ഞാൻ അത്ര നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം വായിച്ചെത്താനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവൻ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇവർ കളിക്കാനൊക്കെ ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങണ ആ ഒരു ചെറിയ ഗ്യാപ്പിലാണ് പഠിച്ചിട്ടുള്ളത്. അവസാനത്തെ റൗണ്ടിലാണ് ഒന്നാം സ്ഥാനത്തിലേക്ക് വന്നതും അല്ലെങ്കിൽ അതിൽ തന്നെയാണ് മാർക്ക് കുറഞ്ഞതും ഒരു പക്ഷേ അല്ലേ. എങ്കിലും ദൈവം അത് ഇനിയും അടുത്ത വർഷമായാലും മത്സരിക്കാം. അത് ഇനിയും കാരണം ഇതൊരു അനുഭവമായി ഇത്തരത്തിൽ. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു.